ഒരു യുദ്ധവിമാനം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അഭിമാനം. തലമുറകളായി ആയിരക്കണക്കിന് പൈലറ്റുമാരുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു പേര് MiG-21. കാർഗിൽ യുദ്ധത്തിന്റെ പറയപ്പെടാത്ത ആകാശയുദ്ധ കഥ ലോകത്തിനു മുന്നിലെത്തിച്ച ഓപ്പറേഷൻ സഫേദ് സാഗർ വൻ വിജയമായി മാറിയതിന് പിന്നാലെ ഇപ്പോൾ അതേ കഥയുടെ ആത്മാവിനെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്ന പുതിയ ഡോക്യുമെന്ററിയുമായി നെറ്റ്ഫ്ലിക്സ് എത്തുകയാണ്. ദ ലാസ്റ്റ് സല്യൂട്ട് എന്ന ഈ ഡോക്യുമെന്ററി ഒരു യുദ്ധവിമാനത്തിന്റെ ചരിത്രം മാത്രമല്ല, അതിനെ പറത്തിയ മനുഷ്യരുടെ ജീവിതവും വികാരവും ധൈര്യവും പറയുന്ന യാത്രയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഓപ്പറേഷൻ സഫേദ് സാഗർ എങ്ങനെ ആഗോള വിജയമായി മാറി, എന്തുകൊണ്ടാണ് MiG-21 പ്രത്യേകമൊരു ഡോക്യുമെന്ററി ഒരുക്കിയത്, ഒപ്പം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ ഈ വിമാനത്തിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്നും നമുക്ക് വിശദമായി നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഓപ്പറേഷൻ സഫേദ് സാഗർ ഒരു സാധാരണ യുദ്ധ സീരീസ് ആയിരുന്നില്ല. 1999 കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ നിർണായക ദൗത്യത്തെ ആസ്പദമാക്കിയ ഈ മിലിറ്ററി ഡ്രാമ യുദ്ധത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ നൽകിയത് ആകാശത്ത് ജീവൻ പണയം വെച്ച് പറന്ന പൈലറ്റുമാരുടെ കഥയ്ക്കായിരുന്നു. റിലീസിന് പിന്നാലെ ഇന്ത്യയിൽ മികച്ച പ്രതികരണം നേടിയ സീരീസ് അതോടെ അവസാനിച്ചില്ല. തുടർച്ചയായ രണ്ടാം ആഴ്ചയും നെറ്റ്ഫ്ലിക്സിന്റെ ഗ്ലോബൽ ടോപ്പ് 10 നോൺ ഇംഗ്ലീഷ് TV ഷോകളിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ലോകമെമ്പാടുമുള്ള 40 രാജ്യങ്ങളിലെ ടോപ്പ് 10 പട്ടികയിൽ ഇടം നേടിയ ഈ സീരീസ് 10 രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനവും സ്വന്തമാക്കി. ഇന്ത്യയിൽ സായുധ സേനയിലെ മുൻ ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദഗ്ധരും സീരീസിന്റെ ഗവേഷണത്തിനും യാഥാർത്ഥ്യത്തിനും പ്രത്യേക അഭിനന്ദനം അറിയിച്ചിരുന്നു. സിനിമാറ്റിക് അവതരണവും യഥാർത്ഥ സംഭവങ്ങളോടുള്ള ബഹുമാനവും ഒരുമിച്ചപ്പോൾ ഓപ്പറേഷൻ സഫേദ് സാഗർ വെറും വിനോദമല്ല, ചരിത്രത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അനുഭവമായി മാറുകയായിരുന്നു. സീരീസിൽ ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പല പ്രേക്ഷകരും പിന്നീട് മനസ്സിലാക്കിയത് കഥയുടെ ഏറ്റവും വലിയ നായകൻ ഒരാളല്ല, ഒരു വിമാനമാണ് എന്നതാണ്. അതായിരുന്നു MiG-21. 1960കളിൽ ഇന്ത്യൻ വ്യോമസേനയിലെ സേവനമാരംഭിച്ച ഈ സോവിയറ്റ് നിർമ്മിത യുദ്ധവിമാനം 6 പതിറ്റാണ്ടുകളിലേറെ ഇന്ത്യയുടെ ആകാശം കാത്തു. യുദ്ധങ്ങളിലും പരിശീലനങ്ങളിലും അതിർത്തി നിരീക്ഷണങ്ങളിലും എല്ലായിടത്തും MiG-21 ഇന്ത്യൻ വ്യോമസേനയുടെ വിശ്വസ്ത കൂട്ടുകാരനായിരുന്നു. ഓപ്പറേഷൻ സഫേദ് സാഗറിലെ ആകാശയുദ്ധ രംഗങ്ങൾ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. അതിലെ അതിവേഗ ആക്രമണങ്ങളും മലനിരകൾക്കിടയിലൂടെ പറക്കുന്ന ദൃശ്യങ്ങളും എല്ലാം MiG-21ന്റെ യഥാർത്ഥ ശേഷിയെ സിനിമാറ്റിക് രീതിയിൽ അവതരിപ്പിച്ചവയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ചോദ്യമുണ്ടായി: ഈ വിമാനത്തിന്റെ സ്വന്തം കഥ ആരാണ് പറയുന്നത്? അതിനുള്ള മറുപടിയാണ് ദ ലാസ്റ്റ് സല്യൂട്ട്. ഒരു യുദ്ധവിമാനത്തിന്റെ 62 വർഷത്തെ ജീവിതം. ദ ലാസ്റ്റ് സല്യൂട്ട് ഒരു സാങ്കേതിക ഡോക്യുമെന്ററി മാത്രമല്ല, ഇന്ത്യയുമായി 62 വർഷം നീണ്ടുനിന്ന MiG-21ന്റെ ബന്ധത്തിന്റെ വികാരഭരിതയായ രേഖപ്പെടുത്തലാണ്. ഒരു തലമുറയിലെ പൈലറ്റിന് ഇത് ആദ്യമായി പറത്തിയ വിമാനം, മറ്റൊരാൾക്ക് യുദ്ധത്തിന്റെ ജീവൻ രക്ഷിച്ച കൂട്ടുകാരൻ, ചിലർക്കിത് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തിയ ഓർമ്മ, മറ്റു ചിലർക്കോ കരിയറിന്റെ തുടക്കം. ഈ വ്യത്യസ്ത അനുഭവങ്ങളെല്ലാം ഒരുമിപ്പിച്ചാണ് ഡോക്യുമെന്ററി മുന്നോട്ട് പോകുന്നത്. MiG-21നെ കുറിച്ച് പറയുമ്പോൾ പലരും ആദ്യം ഓർക്കുന്നത് അതിന്റെ വേഗതയും രൂപകൽപ്പനയുമാണ്. എന്നാൽ അതിനെ പറത്തിയവർ പറയുന്നത് മറ്റൊന്നാണ്: ഈ വിമാനം നിങ്ങളെ ആദരിക്കില്ല, നിങ്ങൾ അതിനെ ആദരിക്കണം. അത്രയും കൃത്യതയും ധൈര്യവും ആവശ്യമായ യുദ്ധവിമാനമായിരുന്നു അത്. കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യോമസേനാ യൂണിറ്റുകളിൽ ഒന്നാണ് ഗോൾഡൻ ആരോ സ്ക്വാഡ്രൺ. ശത്രുവിന്റെ ഉയർന്ന മലനിരകളിൽ ബങ്കറുകൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ ഈ സ്ക്വാഡ്രണിന്റെ പങ്ക് നിർണായകമായിരുന്നു. വളരെ അപകടകരമായ ഉയരങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിലും ദൗത്യങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നിരുന്നു. ഓപ്പറേഷൻ സഫേദ് സാഗർ ഈ സ്ക്വാഡ്രണിന്റെ പറയപ്പെടാത്ത കഥയെ ആദ്യമായി വലിയ തോതിൽ ജനങ്ങളിലെത്തിച്ചു. ഇപ്പോൾ ദ ലാസ്റ്റ് സല്യൂട്ട് ആ കഥയുടെ പിന്നാലെ യഥാർത്ഥ പൈലറ്റുമാരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. യുദ്ധത്തിലെ വിജയത്തിനപ്പുറം ഓരോ ദൗത്യത്തിനും മുമ്പ് കുടുംബത്തോട് വിട പറഞ്ഞിരുന്ന യുവ ഓഫീസർമാരുടെ മനസ്സും തിരികെ വരുമോ എന്നറിയാതെ പറന്നുയർന്ന ധൈര്യവും ഈ ഡോക്യുമെന്ററിയുടെ ഹൃദയമാകുന്നുവെന്നാണ് സൂചന. ഈ ഡോക്യുമെന്ററി ഒരുക്കുന്നത് ഓപ്പറേഷൻ സഫേദ് സാഗർ സീരീസ് നിർമ്മിച്ച അതേ ടീമാണ്. വിശാൽ ശ്രീവാത്സവ് സംവിധാനം ചെയ്യുന്ന ചിത്രം മാച്ച് ബോക്സ് ഷോട്ട്സ് ആണ് നിർമ്മിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡോക്യുമെന്ററിയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയാണ്. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ MB സിംഗ്, വർഷങ്ങളോളം MiG-21 പറത്തിയ മുതിർന്ന പൈലറ്റുമാർ, പരിശീലകരും യുദ്ധവീരന്മാരും എല്ലാവരും സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പുസ്തകങ്ങളിൽ വായിക്കാനാകാത്ത, ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ കാണാനാകാത്ത വ്യക്തിപരമായ ഓർമ്മകളാണ് ഈ ഡോക്യുമെന്ററിയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ സീരീസ് വിഭാഗം മേധാവി തന്യ ബാമി പറഞ്ഞ ഒരു വാക്ക് ഈ പദ്ധതിയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഓപ്പറേഷൻ സഫേദ് സാഗർ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സായുധ സേനയിൽ നിന്നു പോലും വലിയ സ്നേഹവും പ്രശംസയും നേടി. പ്രേക്ഷകർ യുദ്ധരംഗങ്ങൾ മാത്രം കണ്ടില്ല, അവർ പൈലറ്റുമാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സീരീസ് പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ MiG-21നെ കുറിച്ച് സ്വന്തം ഓർമ്മകൾ പങ്കുവച്ചു. അപ്പോഴാണ് ഒരു പ്രത്യേക ഡോക്യുമെന്ററിയുടെ ആശയം ശക്തമായത്.
തന്യ ബാമിയുടെ വാക്കുകളിൽ യഥാർത്ഥ ലോകവും ആഴത്തിലുള്ള ഗവേഷണവും മികച്ച കഥ പറച്ചിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർ അതിനെ ഏറ്റെടുത്തു. ആ സ്വീകരണമാണ് ഈ പുതിയ യാത്രയ്ക്ക് പ്രചോദനമായത്. MiG-21 ഒരു വിമാനം മാത്രമല്ല. ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവായ സഞ്ജയ് റൗത്രേ പറഞ്ഞ ഒരു വാചകം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഒരു യുദ്ധവിമാനത്തെ സാധാരണയായി നമ്മൾ കാണുന്നത് ഇരുമ്പും എഞ്ചിനും ആയുധവുമുള്ള യന്ത്രമായി മാത്രമാണ്. പക്ഷേ അതിനെ പറത്തിയ പൈലറ്റിന് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു. വർഷങ്ങളോളം ആ കോക്പിറ്റിലിരുന്ന് ആകാശം കീറിയവർക്ക് വിരമിക്കൽ ചടങ്ങിൽ MiG-21 നൽകിയ അവസാന സല്യൂട്ട് ഒരു ഔപചാരികതയല്ലായിരുന്നു. അത് സ്വന്തം ജീവിതത്തിലെ ഒരു അധ്യായത്തോട് പറഞ്ഞ വിടവാങ്ങലായിരുന്നു. ഓപ്പറേഷൻ സഫേർ സാഗർ എന്താണ് നമ്മെ ഓർമ്മിപ്പിച്ചത്? 1999 കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ നിർണായക അധ്യായമാണ്. മലനിരകളിലെ പോരാട്ടത്തെക്കുറിച്ച് പല സിനിമകളും സീരീസുകളും വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ പങ്ക് ഇത്രയും വിശദമായി അവതരിപ്പിച്ചത് ഓപ്പറേഷൻ സഫേർ സാഗർ ആയിരുന്നു. വിംഗ് കമാൻഡർ BS ധനോവ് ടോണി, സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജ തുടങ്ങിയ യഥാർത്ഥ ജീവിത കഥാപാത്രങ്ങളുടെ പ്രചോദനത്തിൽ രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങളിലൂടെ സീരീസ് യുദ്ധത്തിന്റെ മനുഷ്യമുഖം അവതരിപ്പിച്ചു. ജിമ്മി ഷെർഗിൽ, സിദ്ധാർത്ഥ്, അഭയ് വർമ്മ, ദിയ മിർസ, പ്രജക്ത് കോലി, ആദിൽ ഹുസൈൻ തുടങ്ങിയ നിരവധി അഭിനേതാക്കളുടെ പ്രകടനം സീരീസിനെ കൂടുതൽ ശക്തമാക്കി. പക്ഷേ അവസാന എപ്പിസോഡിന് ശേഷം പ്രേക്ഷകർക്ക് മനസ്സിൽ ബാക്കി നിന്നത് ഒരു വികാരമായിരുന്നു. രാജ്യത്തെ കാത്തു സൂക്ഷിച്ചവർക്ക് നാം മതിയായ ആദരം നൽകുന്നുണ്ടോ എന്ന ചോദ്യം. ദ ലാസ്റ്റ് സല്യൂട്ട് ആ ചോദ്യത്തിനുള്ള മറുപടി തേടുന്ന ഡോക്യുമെന്ററിയായി മാറുകയാണ്. ഒരു യുദ്ധം അവസാനിക്കും, ഒരു വിമാനം വിരമിക്കും, പക്ഷേ അതിന് പറത്തിയ മനുഷ്യരുടെ കഥകൾ ഒരിക്കലും അവസാനിക്കില്ല. MiG-21 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിച്ചിരിക്കാം, എന്നാൽ അതിൻ്റെ ചരിത്രവും അതുമായി ജീവിച്ച ആയിരക്കണക്കിന് വ്യോമയോദ്ധാക്കളുടെ ഓർമ്മകളും ഇപ്പോഴും ജീവനോടെയാണ്. ഓപ്പറേഷൻ സഫേർ സാഗർ ലോകത്തിനു മുന്നിൽ ഒരു യുദ്ധത്തിന്റെ ആകാശകഥ അവതരിപ്പിച്ചുവെങ്കിൽ ദ ലാസ്റ്റ് സല്യൂട്ട് ആ കഥയുടെ ഹൃദയം തുറന്നു കാട്ടാനാണ് എത്തുന്നത്. ഓഗസ്റ്റ് 26 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ ഡോക്യുമെന്ററി ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല, യഥാർത്ഥ ധൈര്യത്തിന്റെ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കാണേണ്ട അനുഭവമായിരിക്കും. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? MiG-21 ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ശ്രദ്ധേയമായ വിവരം കമന്റിൽ പങ്കുവയ്ക്കൂ. കൂടുതൽ മലയാള ചരിത്ര സിനിമാ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.